ഹായ് കൂട്ടുകാരെ, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. അത് എന്താണെന്ന് നമുക്ക് യൂണിവേഴ്സിനോട് ചോദിച്ചറിയാം. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം എന്താണ്? അത് നിങ്ങളിലേക്ക് ഉടൻ തന്നെ എത്തുമോ എന്ന് നമുക്ക് യൂണിവേഴ്സിനോട് ചോദിച്ചറിയാം. പ്ലീസ് ഗിവ് മീ ആൻസർ. യൂണിവേഴ്സ് പ്ലീസ് ഗിവ് മീ ആൻസർ. നിങ്ങളിലേക്ക് വന്നിട്ടിരിക്കുന്ന കാര്യം എന്താണ്? അതുടൻ തന്നെ ലഭിക്കുമോ? പ്ലീസ് ഗിവ് മീ ആൻസർ. ഓക്കെ, നമ്മളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന കാര്യം ഇതാണ്. അത് ഉടൻ തന്നെ ലഭിക്കുമോ? നല്ലതായിരിക്കുമോ? ഓക്കെ, 3 കാർഡുകൾ എടുത്തിട്ടുണ്ട്. നമുക്ക് ഇത് എന്താണെന്ന് ചോദിക്കാം. ഓക്കെ, നമ്മളിലേക്ക് കിങ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ഒരു ധനത്തിൻ്റെ ആകർഷണമാണ് നമ്മളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. വെൽത്ത്, ബിസിനസ്, ലീഡർഷിപ്പ്, സെക്യൂരിറ്റി, പോസിറ്റിവിറ്റി, അതോറിറ്റി, അങ്ങനെയുള്ള ഒരു അധികാരമോ പണമോ ഒക്കെയാണ് നമ്മളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ആഗ്രഹിച്ചൊരു കാര്യമാണ്, അത് നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. അത് ധനത്തിൻ്റെ രൂപത്തിലും ഒരു സമ്പത്തിൻ്റെ രൂപത്തിലും ബിസിനസ്സിൻ്റെ രൂപത്തിലും റിലേഷൻഷിപ്പിൻ്റെ രൂപത്തിലും ഒക്കെയാണ്. അത് ഓരോരുത്തരുടെയും ആഗ്രഹം പോലെയാണ്. ജനറൽ റീഡിംഗ് ആണ്. റെസനേറ്റ് ചെയ്തവരെ മാത്രം എടുത്താൽ മതി. കരിയർ ലൈഫിൽ അബണ്ടൻസും ഒക്കെയാണ്. ഇത് ഡിസിപ്ലിൻ, ചിലർ ഡിസിപ്ലിൻ ഇല്ലാതെ നിൽക്കുന്നവർക്ക് ഡിസിപ്ലിനെ കുറിച്ചായിരിക്കാം. അത് നിങ്ങളിലേക്ക് എത്തുമോ? നിങ്ങൾക്കത് കിട്ടുമോ? ആ ഡിസിപ്ലിൻ നിങ്ങളുടെ ജീവിതത്തിൽ വരുമോ എന്നൊക്കെയുള്ള ഇതാണ്. അത് ഉടൻ നടക്കുമെന്നാണ് യൂണിവേഴ്സ് നൽകുന്ന മെസ്സേജ്. അത് നല്ലതായിരിക്കുമോ? യെസ്, ക്യൂൺ ഓഫ് സോഡാണ്. ക്യൂൺ ഓഫ് സോഡ് എന്ന് പറയുന്ന കാർഡാണ് വന്നിരിക്കുന്നത്. ജഡ്ജ്മെൻറ്റ്, ജസ്റ്റിസ്, ഇൻഡിപെൻഡൻറ്റ്, ക്ലിയർ ബൗണ്ടറീസ്, ഇതൊക്കെയാണ് വന്നിരിക്കുന്നത്. ക്ലിയർ മൈൻഡ്, പ്രയോറിറ്റീസ്, ഇതൊക്കെയാണ് ക്യൂൺ ഓഫ് സോഡ് എന്ന് പറഞ്ഞ എനർജിയിൽ. നിങ്ങൾക്ക് ഈ അധികാരം കിട്ടി, നിങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആകും, നിങ്ങളുടെ മനസ്സ് ശാന്തമാകും, ക്ലിയർ ആകും. നിങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഈ അബണ്ടൻസ്, ഈ എനർജി നിങ്ങൾക്ക് നല്ലത് തന്നെയാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ റിസൾട്ട്. നന്നായിരിക്കുമോ? ആലോചനയിലാണ്. ടു ഓഫ് സോഡാണ്. ഡിസിഷൻ മേക്കിങ്, വെയിറ്റിംഗ്, ഒപ്പീനിയൻ, ഒരു ഡീറ്റെയിൽഡ് തിങ്കിങ്, ബിഫോർ ഡിസിഷൻ, സജഷൻ. നിങ്ങൾ ഇത് വരുന്നതിന് മുമ്പേ ഉള്ള നിങ്ങളുടെ ആലോചനയാണ് ഇതിൽ കാണുന്നത്. നമുക്കത് കിട്ടുമോ ഇല്ലയോ, നല്ലതായിരിക്കുമോ ഇല്ലയോ എന്നൊക്കെ ഉള്ളൊരു ആലോചനയുടെ എനർജിയാണ് ഈ കാണുന്നത്. അന്നേരം അത് ഉടൻ തന്നെ എത്തും. അത് കരിയർ ലൈഫിലുള്ളതാണ്. നിങ്ങളുടെ ബിസിനസ്, കരിയർ, ലീഡർഷിപ്പ്, അതോറിറ്റി, ഫ്രീഡം, അതിനെ കുറിച്ചുള്ളൊരു ചിന്തയായിരുന്നു. അത് ഉടനെ കിട്ടും. അത് നിങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻഡിപെൻഡൻ്റായി, ഫ്രീ മൈൻഡായി, നിങ്ങൾ ഡിസിപ്ലിനായിട്ട്, കമ്മ്യൂണിക്കേറ്റീവായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റും. പോസിറ്റീവായിട്ടുള്ള ഒരു എനർജിയാണ് നിങ്ങൾ കാത്തിരുന്നത്. നിങ്ങൾ കുറേ നാളുകളായിട്ട് അതിനെ ആഗ്രഹിച്ചുകൊണ്ടിരുന്ന ഒരു എനർജിയാണ്. അത് നിങ്ങളിലേക്ക് ഉടൻ തന്നെ എത്തുന്നതാണ്. ക്യൂൺ ഓഫ് സോഡാണ്. അത് വന്നാൽ നിങ്ങൾക്ക് ഫ്രീഡം ലഭിക്കും. പെൻറ്റക്കിൾ, അതായത് ധനത്തിൻ്റെയും ലീഡർഷിപ്പിൻ്റെയും അതോറിറ്റിയിലേക്ക് ഒരു എനർജിയാണ്. 10 ഓഫ് കപ്സ് ആണ് അടുത്തിരിക്കുന്ന ഒരു കാർഡ്. അത് നിങ്ങളുടെ ഫാമിലി ലൈഫിനെയും നല്ല രീതിയിൽ പോസിറ്റീവായി ബാധിക്കും. നല്ലതാണ്. അത് ഫാമിലിക്കും നല്ലതായിരിക്കും, നിങ്ങൾക്കും നല്ലതായിരിക്കും. നിങ്ങളുടെ ഫാമിലിയൊക്കെ നല്ല രീതിയിൽ നിങ്ങൾക്ക് മൂവ് ചെയ്യാൻ പറ്റും. വളരെയധികം 7 ഓഫ് സോഡാണ് ഇരിക്കുന്നത്. അത് റെസ്പോൺസിബിലിറ്റി കൊണ്ട് നിങ്ങൾ ഒരുപാട്
ചിന്തിച്ച് ഒരുപാട് ബുദ്ധിമുട്ടിയിരുന്ന ഒരവസ്ഥയാണ്, വഞ്ചനയ്ക്ക് ഏർപ്പെട്ടിരുന്ന ഒരു അവസ്ഥയാണ് ഈ കാണുന്നത്. 5 ഓഫ് കപ്സ് അക്സെപ്റ്റൻസിൻ്റെ ഒക്കെ എനർജിയാണ്. മൂവിങ് ടു ദിസ് എനർജി, ഒരു ഇതിൽ നിന്നും, സങ്കടത്തിൽ നിന്നും, ചതിയിൽ നിന്നൊക്കെ നിങ്ങൾ മൂവ് ഓൺ ആവുന്നുണ്ട്. അതാണ് 5 ഓഫ് കപ്സ് കാണിക്കുന്നത്. സ്നേഹത്തിൽ നിന്ന് ആയാലും സ്നേഹം കൊണ്ടായാലും നിങ്ങൾ വിഷമിക്കുന്നുണ്ടായിരുന്നു, സ്നേഹം കിട്ടാതെയൊക്കെ. അതെല്ലാം നിങ്ങളുടെ ഫാമിലിയിൽ നിന്ന് കിട്ടും, നിങ്ങൾക്ക് അബണ്ടൻസ് വരും എന്നുള്ളതാണ് ഈ കാർഡ്സുകൾ പറയുന്നത്. റെസൊനേറ്റ് ചെയ്യുന്നവർ മാത്രം എടുത്താൽ മതി. ഇത് ജനറൽ റീഡിംഗ് ആണ്. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക, വാട്സപ്പ് ചെയ്താൽ മതി. എല്ലാവരും യൂണിവേഴ്സിനോട് നന്ദി പറയുക. താങ്ക് യു യൂണിവേഴ്സ് എന്ന് എപ്പോഴും പറയുക. നിങ്ങളിലുള്ള നെഗറ്റീവ് തോട്ട്സിനെ മാറ്റി പോസിറ്റീവായിട്ടുള്ള എനർജി കിട്ടി എല്ലാവരും പോസിറ്റീവായിട്ടിരിക്കാൻ ശ്രമിക്കുക. താങ്ക് യു.